എനിക്ക് ഇത്രത്തോളം അവാർഡ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ എന്താ പറയുന്നത് അറിയില്ല. ഏതായാലും പ്രിയപ്പെട്ട മമ്മൂട്ടി സാറിന് ഇങ്ങനത്തുള്ള ഇത്രയുള്ള പരിപാടിയിൽ എനിക്ക് അവാർഡ് തന്നതിന് കൈകളി ടി വിക്കും ഇവിടുത്തെ കൈകളി ടി വിൻ്റെ എല്ലാവർക്കും പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. പിന്നെ കൃഷിക്ക് ആയിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ പഠിക്കാൻ അച്ഛമ്മ വിട്ടപ്പോഴും കൃഷിനെ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച് ആ സമയത്ത് ചക്ക മാങ്ങ ഒക്കെ കിട്ടാത്ത സ്ഥിതിയിലായിരുന്നു. കിലോമീറ്റർ കണക്കാണ്, ഒരു 17 കിലോമീറ്ററിലെ ദൂരത്താണ് ഞാൻ ചക്ക എൻ്റെ ചെറിയ വയസ്സിൽ ഞാൻ ചുമന്ന് കൊണ്ടുവന്ന് റോഡില്ലാത്ത സമയത്താണ് അങ്ങനെയൊക്കെ ആയതിനാണ് കൃഷിയിൽ എനിക്ക് ഭയങ്കര താല്പര്യമായിട്ട് പഴം ഉള്ള മരങ്ങളെല്ലാം വെച്ച് ഓരോന്നും വെച്ച് എല്ലാ മരവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ കൃഷി കാട്ടി അതേപോലെ മില്ലറ്റിൻ്റെ കൃഷി, ആന, പന്നി എല്ലാ ശല്യവും ഉണ്ടായാലും കൃഷി ആണ് കൂടുതലായിട്ട് താല്പര്യം. നഷ്ടം വന്നെങ്കിൽ ഇപ്പം സലീം സാറ് പറഞ്ഞതുപോലെ നഷ്ടം വന്നും എത്ര നഷ്ടം വന്നാലും കൃഷിനെ തള്ളാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴും. അപ്പം കൃഷിയുടെ പോയ വിത്ത് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്ന് ഒരു മനസ്സുണ്ട്. എല്ലാ മില്ലറ്റിൻ്റെ രാഗി, സാമ, സോള, വിറക്, തെന, അതേപോലെ പയർ വർഗത്തിൽ എല്ലാം പയർ, ബീൻസ് എല്ലാ വിത്തുകളും തിരിച്ച് പിടിക്കണമെന്നൊരാഗ്രഹത്തോടെ ഇപ്പോഴും ഞാൻ കൃഷിക്ക് ഇറങ്ങി ചെയ്യുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലിയിലേക്ക് പോയി എന്നെ സ്ഥലമാറ്റം കിട്ടി. അങ്ങനെ ആയോടി ഞാൻ എങ്ങോട്ടും പോകാതെ കൃഷിയിൽ തന്നെ എൻ്റെ ഒരു താല്പര്യം. ഭർത്താവിൻ്റെ ഒരു നല്ല മനസ്സിൻ്റെ ഒരു എല്ലാ സഹായം ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയും എല്ലാ കുടുംബത്തിൽ എല്ലാവരും എനിക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. അച്ഛനും അമ്മയും നേരെ തീർന്ന് നല്ലൊരു കൃഷിക്കാരാണ്. അതേപോലെ എല്ലാവരും ഒരു സഹായത്തിന് ഇത് മുൻകൈയെടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, പോയ വിത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതൊരു സന്തോഷം കൂടി പറഞ്ഞോട്ടെ. ഞാൻ വിചാരിച്ചില്ലേ 2 വാക്കിൽ കൂടുതലൊന്നും ഇത്രയും സംസാരിക്കുന്നത്. എല്ലാം മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാം മനസ്സിലായില്ലേ? നല്ലൊരു കൈയടി നമ്മുടെ നാഗിയമ്മയ്ക്ക് കൊടുക്കണം. ഒപ്പം തന്നെ നമ്മൾ ഈ AV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് മുഹാസിം, മാനേജിംഗ് പാർട്ട്ണർ KM ട്രാക്ടേഴ്സ്, അദ്ദേഹം പറയാണ് നാഗിയമ്മയ്ക്കും കുടുംബത്തിനും 25,000 രൂപ സ്നേഹ സമ്മാനമായിട്ട് നൽകണമെന്ന്. സന്തോഷമായല്ലോ? സന്തോഷം. ശരി, അപ്പോൾ ആ സന്തോഷത്തിൽ സന്തോഷമുണ്ട്. പിന്നെ വയ്യാത്തവർ കൂടുതലായിട്ട് വയ്യാതെ ആകുന്ന സമയത്താണ് ഞങ്ങളുടെ സഹായം തേടി വീട്ടിലേക്ക് വരൂ. അവരെ കൂടിയാണ് ഞങ്ങൾ ജാതി മതം നോക്കാതെ ഇപ്പോഴും അതിനെ വേണ്ടി ഞാൻ മെനക്കെട്ട് എത്ര കൃഷി പണി ഇരുന്നാലും അങ്ങനെ ഞാൻ പോയി കഷ്ടപ്പാട് പെടുന്നതിന് എൻ്റെ ഭർത്താവിന് ഇത്ര രീതിയിൽ വെച്ചിട്ട് നന്ദി. അതേപോലെ ഒരു ഭർത്താവ് കിട്ടിയതിനും ഒരു നന്ദി, നമസ്കാരം. ഭർത്താവിനെ കുറേ സോപ്പിടുന്നുണ്ട്. ശരി, ഞാൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി മുഹാസിം അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടി മാനേജിംഗ് പാർട്ട്ണർ KM ട്രാക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ വകയായിട്ടുള്ള ഒരു സ്നേഹ സമ്മാനം അദ്ദേഹത്തിന് നമ്മുടെ നാഗിയമ്മയ്ക്ക് കൈമാറുന്നു മമ്മൂക്കയുടെ സാന്നിധ്യത്തിൽ.